ഹല്ലേലൂയ. ഞാൻ ജോലി സ്ഥലത്താണ് കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ പിടിക്കാനുള്ള കാരണമുണ്ട്. ഇത് നല്ല വെയിലാണ്. വെയിലത്ത് നിന്ന് ഇത് ഇപ്പോൾ തേച്ചുകൊണ്ടിരിക്കുക. നല്ല വെയിലാണ്. ഈ സമയത്ത് നമുക്കറിയാം കേരളത്തിൽ മൊത്തം നല്ല വെയിൽ, നല്ല ചൂടുള്ള സമയമാണ്. ഞാനിത് ഇതേപോലെ നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. എപ്പോൾ എന്തിനും ഇത് പറയണമെന്ന് ചോദിക്കും. കഴിഞ്ഞ ദിവസമേ ഒരു വ്യക്തി എനിക്ക് ഫോൺ വിളിച്ചിട്ടൊക്കെ എന്നെ ഒരുപാട് പരിഹസിക്കുകയുണ്ടായി. നിങ്ങൾ ഈ സുവിശേഷ പ്രഘോഷണത്തിന് പോകുമ്പോൾ നിനക്ക് ഒരുപാട് കാശ് കിട്ടുന്നുണ്ടെന്ന് ഇത് പലരും പറയാറുണ്ട്. നിനക്കൊക്കെ ഒരുപാട് കാശ് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് സുവിശേഷ പ്രഘോഷണത്തിന് പോകുന്നത്. പ്രിയ സുഹൃത്തെ, ഒന്നുമല്ല, നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇതേ അടുത്ത ഓഗസ്റ്റിൽ ഞാൻ കഴിഞ്ഞ ഇന്ത്യ മുഴുവനും പ്രാർത്ഥനയായിട്ട് പോകാൻ പറ്റാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെയും കൂടി പോകാൻ വേണ്ടിയിട്ട് അടുത്ത ഓഗസ്റ്റിലേക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പണം ഉണ്ടാക്കണം. അതുകൊണ്ടുകൂടി കുറച്ച് നന്നായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ വെയിലൊന്നും കാര്യമാക്കാതെ ഞാൻ ഇന്ന് പണിയുന്നത്. പൗലോസ്ലീഹായൊക്കെ നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് സുവിശേഷ പ്രഘോഷണം നടത്തിയത്. അതുപോലെ തന്നെ അധ്വാനിച്ചിട്ടാണ് ഞാൻ നല്ല സുവിശേഷ പ്രഘോഷണം നടത്തുന്നത്. ഇത് കണ്ട് അസൂയപ്പെടുന്നവർക്കോ അല്ലെങ്കിൽ പരദൂഷണം പറയുന്നവർക്കൊന്നും ഇതൊന്നും ചിലപ്പോൾ മനസ്സിലാവണമെന്നൊന്നുമില്ല. അവർ വിചാരിക്കുന്നത് നിങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിന് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലും സൗത്തിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ പണം കിട്ടുന്നുണ്ട്, ഇങ്ങനെ വാരിക്കോരി ഇങ്ങനെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ചിന്തകൾ. എന്തായാലും അതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിപ്പോൾ ഇത് ഇടുന്നത്. കഴിഞ്ഞ ദിവസം വിട്ടിട്ട് നല്ല വെയിലാണിത്, കണ്ണുപോലും കാണാൻ പറ്റില്ല, കണ്ണട വെച്ചുകൊണ്ടിരിക്കണം, എന്നാലേ ഇവിടെ കാണാൻ പറ്റുള്ളൂ. അതുപോലെ വെയിലാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതിയിട്ട് ഇത് ചെയ്യുമ്പോൾ, ഒരുപാട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുമ്പോൾ അതിന് പ്രതിഫലമുണ്ടെന്ന് ബൈബിൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, ഈശോ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ മറ്റുള്ളവരുടെ പരകാസങ്ങളും മറ്റുള്ളവരുടെ നിന്ദനങ്ങളൊക്കെ കേൾക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാനിങ്ങനെ ജോലി ചെയ്തിട്ട്, ഈ ജോലി മാത്രമല്ല, ഞാൻ പുല്ലുവെട്ടുണ്ട്, വെൽഡിങ് ഉണ്ട്, ഇങ്ങനെ പല പല ജോലികളും ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഭായിയാണത്, ഹെൽപ്പറായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ജോലികൾ ചെയ്യാറുണ്ട്. ഈ ജോലിയൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ദശാംശം മാറ്റി വെച്ചിട്ടാണ് ഞാനിങ്ങനെ മിഷനിലേക്കൊക്കെ പോകുന്നത്. അത് ക്രിസ്തുവിനോടുള്ള സ്നേഹം മൂലമാണ്. കാരണം ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നാൽ കഴിയുന്ന വിധത്തിൽ സുവിശേഷ പ്രഘോഷണ മേഖലയിൽ പങ്കുകൊള്ളുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിങ്ങനെ മുഴുവൻ സമയവും സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് കടന്നു പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് പല വ്യക്തികളോട് ഞാൻ ചോദിച്ചു. പക്ഷേ ആരും സഹായം തരില്ല. ഇപ്പം നമ്മൾക്ക് അറിയാം, നല്ല ദേവാലയങ്ങളൊക്കെ പൊളിച്ച് പണിയണമെങ്കിൽ, നല്ല പുതിയ അൾത്താരൊക്കെ പണിയണമെങ്കിൽ എല്ലാവരും പണം കൊടുക്കാൻ ആൾക്കാർക്ക് തയ്യാറാണ്. പക്ഷേ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുവാൻ ഒരു മനുഷ്യനും തയ്യാറല്ല. പക്ഷേ ഞാനതിന് പരാതി പറയാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ മിഷൻ കഴിഞ്ഞ് വന്നുള്ളൂ. പഞ്ചാബിൽ നിന്നും വന്നതേ ഉള്ളൂ. വന്നപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസമായുള്ളൂ ഇവിടെ ജോലി തുടങ്ങിയിട്ട്. ഞാനെന്തായാലും മിഷനിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് ജോലി ഇവിടെ കർത്താവ് ഒരുക്കുന്നുണ്ട്. ജോലി ചെയ്യാനുള്ള മനസ്സുണ്ട്, വേറെ അസുഖങ്ങളൊന്നും വരുത്താതെ കർത്താവ് കാത്തു പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് മറ്റുള്ളവർ പറയുകയാണ്, നിങ്ങൾ ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട്, ഇങ്ങനെ ചാക്കിനകത്ത് ഇങ്ങനെ കുലുക്കി അവിടെ നിന്ന് തരുവാണെന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നുണ്ട്. ഇന്നലെ ഒരു സുഹൃത്ത് എന്നെ ഒരുപാട് ഇങ്ങനെ പരിഹസിച്ച് പറയുണ്ടായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്. നന്നായിട്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ് ഞാൻ സുവിശേഷത്തിലേക്ക് കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പല സുവിശേഷ പ്രഘോഷണം ചിലപ്പോൾ ഫുൾ ടൈമുള്ള ആളുകളൊക്കെ ചിലപ്പോൾ അധ്വാനിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അവർ അതിന് കർത്താവിന് വില കൊടുക്കുന്നുമുണ്ട്. ഞാൻ ശുശ്രൂഷ ഇല്ലാത്ത സമയത്ത് നന്നായിട്ട് അധ്വാനിച്ചിട്ട് അതിൻ്റെ ദശാംശം മാറ്റി വെച്ചിട്ട് ഞാൻ മിഷൻ മേഖലയിലേക്ക് കടന്നു പോകുന്നു. അവിടെ പോയി എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. മാനസാന്തരപ്പെടുക, അവരെ സ്വർഗത്തിലെത്തിക്കുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. ബാക്കിയുള്ളതും പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ധാരാളം പ്രവൃത്തികൾ അവിടെ ചെയ്യുന്നു. അത് എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു, ഞാനത് അനുഭവിച്ചറിയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകാതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം കർത്താവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നത് പോലെ പറയേണ്ടി വരും. ഹല്ലേലൂയ. എന്തായാലും പരിഹസിക്കുന്നവർക്ക്, പുച്ഛിക്കുന്നവർക്ക്, ഒരുപാട് പണം കിട്ടുന്നുണ്ട് എന്ന് പറയുന്നവർ, അവരോട് ഞാൻ പറയുകയാണ്, എപ്പോഴെങ്കിലും നിങ്ങൾ കൂടെ വരാം, മിഷനിലേക്ക് കൂടെ വരാം. എന്നിട്ട് എന്താണ് അവിടെ നിന്ന് കിട്ടുന്നത്, എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക.
അതിനുശേഷം വിമർശിക്കാനും പരിഹസിക്കാനും വരിക. വിമർശനവും പരിഹാസമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഞാൻ ശക്തിപ്പെടുന്നത്. കാരണം പരിശുദ്ധാത്മാവിൽ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുന്നതും കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നതും ഇങ്ങനെയുള്ള പരിഹാസങ്ങളും നിന്ദനങ്ങളും കിട്ടുന്നതാണ്. ഈശോയെ പോലും പരിഹസിക്കുകയും നിന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഈശോ പോലും പറയുന്നുണ്ട്, ഈശോയുടെ കുരിശെടുത്ത് ഈശോയുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ഇത് ചിലപ്പോൾ ശാരീരികമായിട്ടാവണമെന്നൊന്നുമില്ല, മാനസികമായിട്ടാണ് കൂടുതലും പീഡിപ്പിക്കപ്പെടുന്നത്. പരിഹാസങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നത്, അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നതൊക്കെ ഈശോയുടെ കൂടെ നടക്കുന്നവർക്ക് ഇതുകൊണ്ടാണ്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഞാനൊരു യഥാർത്ഥ സുവിശേഷ പ്രഘോഷകനല്ല എന്ന് പറയേണ്ടി വരും. പരിഹാസങ്ങളും നിന്ദനങ്ങളും ഉണ്ടായില്ല എങ്കിൽ ഞാൻ യഥാർത്ഥത്തിലൊരു സുവിശേഷ പ്രഘോഷകനല്ല. കാരണം യേശുവിനെ പ്രഘോഷിക്കുന്നവർക്ക് എപ്പോഴും പരിഹാസങ്ങളും നിന്ദനങ്ങളും ഉണ്ടാകും. ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വിമർശിക്കാറുമുണ്ട്. അത് തെറ്റായ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഞാൻ വിമർശിക്കാറുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അത് നമ്മുടെ സോണിൻ്റെ പ്രസിഡൻ്റായിട്ട് കടന്നു വന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്നെ ഇവിടെയുള്ളൊരു സ്ഥാനം, ഒരു ഭൗതികമായിട്ടുള്ള ഒരു സ്ഥാനത്ത് നിൽക്കണമെന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് അതിൻ്റെ താല്പര്യമൊന്നുമില്ല, എനിക്ക് ഈ ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും എന്നെ നിങ്ങൾ വിളിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെടത്തില്ല. കാരണം അത് അങ്ങനെയല്ല ഇങ്ങനെയൊക്കെയാണ് കുറേ ഇതൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് താല്പര്യമില്ല. കാരണം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ടൊക്കെ പ്രവർത്തിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം മറ്റൊന്നുമല്ല, ക്രിസ്തുവിനെ അറിയാത്ത അനേകായിരങ്ങൾ മിഷനിൽ ഉണ്ട്. അത് നിങ്ങൾ നേരിട്ട് കണ്ടാൽ മതി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കൊന്നും മനസ്സിലാവണമെന്നില്ല. നേരിട്ട് കാണുമ്പോൾ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങൾ ഈ പരിഹാസങ്ങളും നിന്ദനങ്ങളൊക്കെ അവസാനിപ്പിക്കുകയുള്ളൂ. ഞാനിപ്പോൾ അടുത്ത ഓഗസ്റ്റിൽ മിഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ജോലി തീർക്കണം എന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എന്തായാലും കർത്താവ് എനിക്ക് ഇവിടെ നാട്ടിലൊക്കെ പലർക്കും ജോലി ഇല്ലാതിരിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ അടുത്ത് പണിക്ക് ചോദിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എനിക്ക് കർത്താവ് ദൈവത്തിൻ്റെ കൃപയുണ്ട്. എനിക്ക് പണിയാനുള്ള ആരോഗ്യം തരുന്നുണ്ട്, എനിക്ക് ജോലി ഇഷ്ടംപോലെ തരുന്നുണ്ട്. അതിന് നമ്മൾ നന്ദി പറയണ്ടേ? നമ്മളൊക്കെ പലപ്പോഴും ദൈവത്തിന് നന്ദി പറയാൻ മടിയുള്ളവരാണ്. കാരണം നമുക്ക് എന്തെങ്കിലും അപകടം വന്നു, എന്തെങ്കിലും അസുഖം വന്നു, നമ്മൾ ഉടനെ ആ സമയത്ത് പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അസുഖങ്ങൾ മാറുന്നു, ഉടനെ നന്ദി പറയും, അയ്യോ എൻ്റെ അസുഖം മാറിയില്ലോ എന്ന്. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിലോ അനുദിനം നമ്മുടെ ജീവിതത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അപകടം പറ്റാതെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിന് നമ്മൾ നന്ദി പറയാറുണ്ടോ? എനിക്കിപ്പോൾ ഇതുപോലെ ജോലി ചെയ്യുന്ന ദൈവത്തിന് നന്ദി പറയണം. ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അസുഖങ്ങളില്ലാതെ. അസുഖങ്ങൾ വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖങ്ങൾ വരാതെ നോക്കുന്നല്ലോ. അപ്പോൾ അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അസുഖങ്ങൾ വരാതിരിക്കുവാൻ കർത്താവ് കൃപ നൽകുന്നുണ്ട്. പട്ടിണി കിടക്കാതിരിക്കാൻ കർത്താവ് കൃപ നൽകുന്നുണ്ട്. അതിന് നമ്മൾ നന്ദി പറയാൻ തയ്യാറാക്കണം. അതിന് നന്ദി പറയുമ്പോഴാണ് ദൈവത്തോട് കൂടുതൽ നമ്മൾ അടുക്കാൻ ശ്രമിക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. ഒരു മിഷനിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുക, ചാക്കിനകത്ത് ഇങ്ങനെ പണം കെട്ടി നിറച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പല ആളുകളും. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത്ര രൂപ കിട്ടിയില്ലേ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴൊക്കെ നല്ല ചിലവുണ്ട്, കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് കാശ് ചിലവാക്കിയിട്ടാണ് പോകുന്നത്. അത് കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ. ഈ ലോകത്തിലുള്ള ഈ ഭൗതികമായ നേട്ടങ്ങളൊന്നും നമ്മളെ സ്വർഗത്തിലെത്തിക്കില്ല. നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൽ നിക്ഷേപം ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ എത്ര നിക്ഷേപം കരുതി വെച്ചാലും ഒരു കാര്യമില്ല. അതുകൊണ്ടൊന്നും നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട്, സ്വർഗത്തിൽ കർത്താവിനോട് കൂടി വാഴാൻ വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു. ജോലി കിട്ടുന്ന സമയത്ത് ജോലി ചെയ്യും, മിഷനിലേക്ക് പോകുന്ന സമയത്ത് മിഷനിലേക്ക് പോകും, ഇവിടെ എവിടെയെങ്കിലും ശുശ്രൂഷയുള്ള സമയത്ത് അത് ശുശ്രൂഷയ്ക്ക് പോകും. മലാക്കി 3:10 പറയുന്നുണ്ടല്ലോ, ദശാംശം മുഴുവനും എൻ്റെ കലവറയിലേക്ക് കൊണ്ടുവരുകയും നിങ്ങളെ സ്വർഗ്ഗകവാടം തന്ന് അനുഗ്രഹിക്കുകയില്ല എന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന്. ആ ദശാംശം കലവറയിലേക്ക് കൊണ്ടുവരാൻ വരുമ്പോൾ നമ്മൾ ഈ ദശാംശം ശരിക്കും നമ്മൾ സുവിശേഷ വേലയ്ക്കായിട്ട് ചെലവഴിക്കുമ്പോഴാണ്, മറ്റുള്ളവർ ദൈവത്തിലേക്ക് അടുപ്പിക്കുമ്പോഴാണ് ദൈവത്തിൽ സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമാണ്. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കരുതിയാണ് സ്വർഗത്തിലെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുന്നത്. നമ്മളിവിടെ കുറേ പള്ളികൾ കെട്ടിപ്പൊക്കിക്കൊണ്ടോ, അല്ലെങ്കിൽ പള്ളികൾ വേണ്ടാന്നൊന്നല്ല കേട്ടോ, പള്ളികൾ വേണം, നല്ല ദേവാലയങ്ങൾ നമുക്ക് വേണം. പക്ഷേ അത് വീണ്ടും പൊളിച്ച് ഓരോ വർഷവും അത് പുതുക്കി പണിയുമ്പോൾ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. പല സ്ഥലത്തും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, പലരോടും ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അവരോട് മിഷനിലേക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറഞ്ഞാൽ ഒരാളും സഹായിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കർത്താവ് ഇവിടെ കൂടുതൽ അനുഗ്രഹം തരിക. കാരണം ജോലി ചെയ്യാനുള്ള കൃപ നൽകുന്നു, ജോലി തരുന്നു, അത് മതിയല്ലോ, അത് മതി. അത് ജോലി ചെയ്യാനുള്ള കൃപ കിട്ടിയാൽ പോരെ. ജോലി ചെയ്യാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. വീട്ടിൽ സമ്പത്ത് ഒരുപാടുണ്ടായിട്ട് അത് അനുഭവിക്കാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. ഞാനൊരിക്കൽ ഒരു ഭവനത്തിലേക്ക് കടന്നു നിന്നപ്പോൾ അവിടെ 3-4 ഏക്കർ സ്ഥലമുണ്ട്.
ഇഷ്ടംപോലെ പണമുണ്ട്. ഒരു പ്രായമായ വല്യപ്പൻ മാത്രമേ ഉള്ളൂ അവിടെ. കാരണം പുള്ളിക്കാരൻ്റെ ഭാര്യ മരിച്ചുപോയി, മക്കൾ 3 പേരുണ്ട്. പലരും ആസ്ട്രേലിയയിലും കാനഡയിലൊക്കെയാണ്. പക്ഷേ മിണ്ടാനോ പറയാനോ ആളില്ല. ചുറ്റും റബ്ബർ തോട്ടം ഇങ്ങനെ കിടക്കുക. ഒറ്റപ്പെട്ട ഒരു 2 നില വീട്ടിൽ ഇദ്ദേഹം കിടക്കുക. അപ്പോൾ നമുക്ക് പണം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് അനുഭവിക്കാനുള്ള യോഗം കൂടി വേണം. ഒന്ന് സംസാരിക്കാനോ സമാധാനമായിട്ട് ജീവിക്കാനോ കഴിയുന്നില്ല എങ്കിൽ പണം കൊണ്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും ഞാൻ അനുഭവിക്കുന്ന ആ വലിയ ദൈവത്തിൻ്റെ കരുണയുമൊക്കെ അത് മറ്റുള്ളവരോട് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. എന്തായാലും പരിഹസിക്കുന്നവർക്കും കുറ്റപ്പെടുത്തുന്നവർക്കും ഹല്ലേലൂയ.